ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു നൂഡിൽസാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ പച്ചക്കറിയെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു ചോളം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുപ്പത്ത് വെച്ച് നമ്മുടെ കുക്കർ അടച്ചു വെച്ചോളൂ. കട്ട് ചെയ്ത് കൊണ്ടുവരാം. ചോളം റെഡി ആയിട്ടുണ്ട്, അത് വെന്തിട്ടുണ്ട്. നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കാം. നമ്മുടെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് രണ്ടായിട്ട് ഒടിച്ചു കൊടുക്കാം. നമ്മുടെ ചോളം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തണുക്കാൻ പറ്റും. നല്ല ചൂടാണ്. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതിൽ നിന്ന് ഓരോ പീസായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കണം. നല്ല പോലെ അത് വെന്തിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ടു. ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. പച്ചവെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഇഷ്ടപ്പെട്ട എണ്ണയിൽ തയ്യാറാക്കാം. നെയ്യിൽ വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ളതിൽ നമുക്ക് തയ്യാറാക്കാം. 2 ചെറിയ സവാളയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ക്യാരറ്റാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ഈ പച്ചക്കറിക്ക് വേണ്ടി മാത്രം ഇടുന്നതാണ്. ബാക്കി എല്ലാത്തിനും ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. എരി എത്ര വേണം ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട്, അതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂൺ ഇട്ടത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിലൊരു 1.5 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പം ടൊമാറ്റോ സോസാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ വേവിച്ച് അത് ഇളക്കി വെച്ചിരിക്കുന്ന ചോളം കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ് ഞാൻ തയ്യാറാക്കിയത്. നന്നായിട്ട് കഴിച്ചോളൂ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ചിക്കൻ വേണമെങ്കിലും ഇടാം, മുട്ട വേണമെങ്കിലും ഇട്ട് തയ്യാറാക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് തയ്യാറാക്കാം. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരാം. അപ്പം നമ്മുടെ ഇന്നത്തെ നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.